സഖാവ് വി എസ് ഇനി ജ്വലിക്കുന്ന ഓർമ്മ. വി എസ് എന്ന രണ്ടക്ഷരം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ നേതാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗങ്ങൾ ജനങ്ങളെ ആവേശം കൊള്ളിച്ചു. 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വെങ്കലത്തറ എന്ന വീട്ടിൽ ശങ്കരൻ്റെയും മക്കമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകൗമാരങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 4 വയസ്സുള്ളപ്പോൾ അക്കമ്മ വസൂരി രോഗം ബാധിച്ച് മരിച്ചു. 11 വയസ്സ് ആയപ്പോഴേക്കും അച്ഛനും മരിച്ചു. പഠനത്തിൽ വളരെ മിടുക്കനായിരുന്ന വി എസിന് 7ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് ജ്യേഷ്ഠൻ ഗംഗാധരൻ്റെ ജൗളിക്കടയിലെ സഹായിയായി പോയി. അതിനുശേഷം കയർ ഫാക്ടറിയിൽ ജോലി നോക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുമ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും 17 വയസ്സു മാത്രം. പിന്നീട് അദ്ദേഹം പോയത് കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ടിലേക്കാണ്. അവിടെ 10,000-കണക്കിന് കർഷക തൊഴിലാളികൾ അടിമകളെ പോലെ പണിയെടുക്കുകയാണ്. വി എസ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി സമരങ്ങൾ നടത്തി. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1964 മുതൽ 2015 വരെ അദ്ദേഹം CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. 1986 മുതൽ 2009 വരെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലും അംഗമായിരുന്നു. 2006-2011 കാലയളവിലാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായത്. അന്ന് അദ്ദേഹത്തിന് പ്രായം 82 വയസ്സ്. കേരളത്തിൻ്റെ 12ാമത് നിയമസഭയിലാണ് വി എസ് മുഖ്യമന്ത്രിയായത്. കേരളത്തിലെ 20ാമത്തെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയും അദ്ദേഹമാണ്. 15 വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി വി എസ് അച്യുതാനന്ദൻ തന്നെയാണ്. മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം, പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം, മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ വി എസ് അച്യുതാനന്ദൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനായ PK പ്രകാശ് എഴുതിയ സമരം തന്നെ ജീവിതം എന്ന പുസ്തകം വി എസ് അച്യുതാനന്ദൻ്റെ ജീവചരിത്രമാണ്. 2020 സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച അദ്ദേഹം തിരുവനന്തപുരത്തെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. 2025 ജൂലൈ മാസം 21-ാം തീയതി അദ്ദേഹം അന്തരിച്ചു. വി എസിൻ്റെ മരണത്തോടെ CPM-ൻ്റെ സ്ഥാപക നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെയാളും ഓർമ്മയായി. വിപ്ലവസൂര്യൻ, ചെന്താരകം, സമരസൂര്യൻ എന്നൊക്കെയാണല്ലോ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. CPIM-ൻ്റെ വളർച്ചയിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. 1 നൂറ്റാണ്ടുകാലം ജീവിച്ച് ത്യാഗപൂർണമായ ജീവിതം നയിച്ച ആ ധീരസഖാവ് എക്കാലവും ഓർമ്മിക്കപ്പെടും.